നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. $140 കഞ്ചാവ് കേസിൽ ശിക്ഷിക്കപ്പെട്ട് പരോളിലിറങ്ങി ഒളിവിൽ പോയ കൊടും ക്രിമിനൽ പിടിയിൽ. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ജനുവരി 25, 26, 27 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ജനുവരി 23 വ്യാഴാഴ്ച ആഘോഷിക്കും. കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായി നിയമിതനായ നടനും നർത്തകനുമായ RLV രാമകൃഷ്ണന് ചാലക്കുടി പ്രസ് ഫോറത്തിൽ ഊഷ്മളമായ സ്വീകരണമൊരുക്കി. പത്തു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് എടക്കുളം സ്വദേശി ഒടുവിൽ യമനിൽ നിന്നും നാട്ടിലെത്തി. വാർത്തകൾ വിശദമായി. വർഷങ്ങൾക്ക് മുൻപ് മീൻ വണ്ടിയിൽ കടത്തിയ 140 കഞ്ചാവ് പിടിച്ചെടുത്തതിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ 10 വർഷത്തെ കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയ്ക്കും വിധിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട് പിന്നീട് പരോളിൽ ഇറങ്ങി 2 വർഷത്തോളമായി ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റിൽ. ആലുവ തായിക്കാട്ടുകര സ്വദേശി കരിപ്പായി വീട്ടിൽ 36 വയസ്സുള്ള കടുവ ഷഫീഖ് എന്ന ഷഫീഖിനെയാണ് ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2020 ആഗസ്റ്റ് 12 ചാലക്കുടി കോടതി ജംഗ്ഷന് സമീപം കഞ്ചാവ് പിടികൂടിയത്. കഞ്ചാവ് പിടികൂടിയ സമയം ഡ്രൈവറായിരുന്ന അരുൺ കുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഷഫീഖിനെ കുറിച്ച് വിവരം കിട്ടി ഈ കേസിലേക്ക് പ്രതിയാക്കിയത്. വിസ്താരത്തിനൊടുവിൽ 2021 ഷഫീഖിനെയും കൂട്ടാളികളെയും തൃശൂർ അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയവേ ഏതാനും നാളുകൾക്കകം ഇയാൾ പരോളിലിറങ്ങി ഒളിവിൽ പോവുകയായിരുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഒളിവിൽ കഴിയുകയായിരുന്ന ഷഫീഖിനെ ആലുവയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പോലീസ് സംഘത്തെ കണ്ട് കാർ വെട്ടിച്ച് അമിത വേഗതയിൽ പാഞ്ഞ ഷഫീഖിനെ സിനിമാ സ്റ്റൈലിൽ പിന്തുടർന്നതിനാൽ കാറിൽ നിന്നും ചതുപ്പിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ ആലുവ പോലീസ് അടക്കമുള്ളവർ ചതുപ്പിൽ ചാടിയാണ് ഷഫീഖിനെ അതിസാഹസികമായി പിടികൂടിയത്. ആക്രമണവും മോഷണവും അടക്കം ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് ഷഫീഖ്. SI സ്റ്റീഫൻ VG, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, ASI VU സിൽജോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ AU റെജി, MJ ബിനു, ഷിജോ തോമസ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ജനുവരി 25, 26, 27 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5:30 ലതീഞ്ഞ്, പ്രസുദ്ധേന്തി വാഴ്ച, പന്തലിലേക്ക് രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, വിശുദ്ധ കുർബാന, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. ഫാദർ ജോസ് മുണ്ടാടൻ OFM മുഖ്യകാർമ്മികത്വം വഹിക്കും. തുടർന്ന് 7 മണിക്ക് ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ നടക്കും. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് മെഗാ ബാൻഡ്, യൂണിറ്റുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായിരിക്കും. രാത്രി 12 മണിക്ക് അമ്പ് പ്രദക്ഷിണം ദേവാലയത്തിൽ സമാപിക്കും. തിരുനാൾ ദിനമായ തിങ്കളാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിനിൽ കുരിശുതറ CMF കാർമ്മികത്വം വഹിക്കും. ഫാദർ നവീൻ ഊക്കൻ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഉച്ചതിരിഞ്ഞ് 2:30 കുർബാനയും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. ഭാരവാഹികളായ ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ, സഹവികാരി ഫാദർ ജോസഫ് തൊഴുത്തിങ്കൽ, കൈക്കാരൻ ബിജു തെക്കൻ, ജനറൽ കൺവീനർ സണ്ണി ചിരിയങ്കണ്ടത്ത്, പബ്ലിസിറ്റി കൺവീനർ ജസ്റ്റിൻ മങ്കുഴി എന്നിവർ കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷം 2025 ജനുവരി 25, 26, 27 തീയതികളിലാണ് ആഘോഷിക്കുന്നത്. 25-ാം തീയതി വൈകിട്ട് കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രസിദ്ധേന്തി വാഴ്ചയും രൂപം എഴുന്നള്ളിച്ചു വയ്ക്കലും പള്ളിയിലെ ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിക്കും. തിരുനാളിനോടനുബന്ധിച്ചുള്ള ആഘോഷമായ പാട്ടുകുർബാനയും തിരുനാൾ സന്ദേശവും നൽകുക. തുടർന്ന് ഉച്ചതിരിഞ്ഞ് 3:30
തിരുനാൾ പ്രദക്ഷിണമാണ്. നാനാജാതി മതസ്ഥർ ഏകകണ്ഠമായി ഒരുമിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു ഉത്സവമായിട്ടാണ് കൊണ്ടാടുന്നത്. 10 ദിവസം മുന്നേ കൊടിയേറുകയും ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പൂർവികരോടുള്ള അനുസ്മരണം, കൊടിയേറ്റത്തിൻ്റെ തലേന്നാൾ ആഘോഷിക്കുകയും അതേപോലെ തന്നെ കൊടിയേറ്റത്തിൻ്റെ 9 ദിവസം പല നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും അത് നവനാൾ ആയി ആഘോഷിക്കുകയും ചെയ്യുന്നു. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ജനുവരി 23 വ്യാഴാഴ്ച ആഘോഷിക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി ബുധനാഴ്ച വൈകുന്നേരം 5 മണി മുതൽ ആനച്ചമയ പ്രദർശനവും 6:30 മുതൽ തട്ടകത്തെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായി. കൂടാതെ പാരമ്പര്യമായി താലപ്പൊലി ദിവസം ക്ഷേത്രത്തിലേക്ക് ആചാരാനുഷ്ഠാന കലകൾ കൊണ്ടുവരുന്ന വിവിധ സമുദായങ്ങളിലെ കാരണവന്മാരെ ആദരിക്കുകയും ചെയ്തു. താലപ്പൊലി ദിവസമായ വ്യാഴാഴ്ച രാവിലെ 3 മണിക്ക് പള്ളി ഉണർത്തൽ, 6:10 പാരമ്പര്യക്കാരുടെ താലപ്പൊലി കൊട്ടിയറിയിപ്പ് പുറപ്പെടും. 7:30 ശ്രീഭൂതബലിക്ക് ശേഷം ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ഗജരാജൻ, പാമ്പാടി രാജൻ ഭഗവതിയുടെ തിടമ്പേറ്റും. തുടർന്ന് നടക്കുന്ന പഞ്ചാരി മേളത്തിന് കലാനിലയം ഉദയൻ നമ്പൂതിരി നേതൃത്വം നൽകും. 7 ആനകളുടെ അകമ്പടിയോടുകൂടിയാണ് എഴുന്നള്ളിപ്പ് ഉണ്ടാവുക. ഉച്ചയ്ക്ക് 12:30 കാവ്യരഘു അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളലും, തുടർന്ന് 2 മണിക്ക് 7 ആനകളുടെ അകമ്പടിയോടെ പല്ലാവൂർ ശ്രീധരന്മാരാരുടെ പ്രാമാണികത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യവും, ശേഷം കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ പ്രാമാണികത്വത്തിൽ പാണ്ടിമേളവും കുടമാറ്റവും ഉണ്ടായിരിക്കും. 6:30 നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം കരിമരുന്ന് പ്രയോഗവും വിവിധ സമുദായക്കാരുടെ താലിവരവും ഉണ്ടായിരിക്കും. മൂന്നുമുറി ദേവാലയത്തിലെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് ദ ബാപ്റ്റിസ്റ്റ് വാട്സാപ്പ് കൂട്ടായ്മയും പ്രവാസി കൂട്ടായ്മയും യുവജനങ്ങളും ചേർന്ന് അമ്പ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഫെസ്റ്റിൻ്റെ ഭാഗമായി ജനുവരി 25 രാത്രി 8 മണിക്ക് കോടാലിയിൽ നിന്നും മൂന്നുമുറിയിലേക്ക് നടത്തുന്ന മെഗാ ഘോഷയാത്ര ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൂടാതെ ഫെസ്റ്റിനോടനുബന്ധിച്ച് ബഹുനില പന്തലിൽ ഒരുക്കിയ ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ ഇടവക വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ നിർവഹിക്കും. തിരുനാളിനോടനുബന്ധിച്ച് റീൽസ് കോമ്പറ്റീഷനും ഫോട്ടോഗ്രാഫി മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ വിൽസൺ മാമ്പ്രക്കാരൻ, വൈസ് ചെയർമാൻ ജോൺസൺ മാമ്പ്രക്കാരൻ, സെക്രട്ടറി ജസ്റ്റിൻ മങ്കുഴി, മീഡിയ കൺവീനർ ഡിക്സൺ ദേവസി, പ്രവാസി പ്രതിനിധി സോണി മംഗലൻ, ട്രഷറർ ജിപ്സൺ പൗലോസ് എന്നിവർ പങ്കെടുത്തു. പ്രവാസികളും യുവജനങ്ങളും എല്ലാവരും കൂടി ജാതി മതരാഷ്ട്രീയം എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വിളംബര യാത്രയാണ് നമ്മൾ നടത്തുന്നത്. അതിൽ എല്ലാ മതസ്ഥരും എല്ലാ രാഷ്ട്രീയരും ഒരുമിച്ച് സഹകരിച്ചുകൊണ്ടാണ്. പലപ്പോഴും ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മളൊക്കെ ഈ ആഘോഷങ്ങൾ നടത്തുന്നത് എന്തിനാണ്, തിരുനാളുകൾ ഉത്സവങ്ങളൊക്കെ നടത്തുന്നത് എന്തിനാണെന്ന് വിചാരിക്കാറുണ്ട്. ഒരിക്കലും ഒരു ആഘോഷം കൊണ്ടും ഒരു ദൈവങ്ങളും പ്രസാദിക്കുന്നില്ല. മറിച്ച് പൂർവികരൊക്കെ ഇങ്ങനെ ആഘോഷങ്ങളെ രൂപീകരിച്ചതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ടെൻഷൻസ് തലച്ചോറൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഘോഷങ്ങളായിട്ടാണ് ഞാൻ പലപ്പോഴും അതിനെ കാണുന്നത്. ചിലപ്പോഴൊക്കെ പലരും അതൊക്കെ ചുരുക്കം ചിലരെങ്കിലും ആ പന്തലിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം കുർബാനയ്ക്ക് ശേഷം ഒരു 7:30 കൂടിയിട്ടായിരിക്കും നമ്മുടെ വികാരിച്ചൻ മൂന്നുമുറി ഇടവക വികാരി നിർവഹിക്കുക. 25-ാം തീയതി 7:30 കൂടി. അതോടൊപ്പം തന്നെ നമുക്ക് 8 മണിക്ക് തുടങ്ങുന്ന ഫ്ലാഗ് ഓഫ് അവിടെ സ്കൂളിൻ്റെ കോടാലി സ്കൂളിൻ്റെ മുന്നിൽ നിന്നാണ് ആരംഭിക്കുക. അത് നമ്മുടെ ചാലക്കുടി ഡിവൈഎസ്പി സുമേഷ് കെ അദ്ദേഹമാണ് ചെയ്യുക. അതുപോലെ മെഗാ ഘോഷയാത്രയുടെ മുഖ്യ അതിഥിയായിട്ട് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബിയെ. 10 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് എടക്കുളം സ്വദേശി ഒടുവിൽ യമനിൽ നിന്നും നാട്ടിലെത്തി. പൂമംഗലം പഞ്ചായത്തിലെ 13-ാം വാർഡിൽ താമസിച്ചിരുന്ന കുണ്ടൂർ വീട്ടിൽ പരേതനായ കൃഷ്ണൻകുട്ടിയുടെ മകനായ 49 വയസ്സുള്ള ദിനേഷ് എന്നയാളാണ് 10 വർഷത്തിന് ശേഷം യമനിൽ നിന്നും തിരികെ തൻ്റെ പ്രിയപ്പെട്ടവരുടെ അരികിൽ എത്തിയത്. അച്ഛനെ നേരിൽ കണ്ട ഓർമ്മയില്ലാത്ത മക്കളായ 10 വയസ്സുകാരൻ സായ് കൃഷ്ണയും 12 വയസ്സുകാരി കൃഷ്ണവേണിയും നിറകണ്ണുകളോടെയാണ് ദിനേഷിനെ വരവേറ്റത്. സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ജീവിതം കരയ്ക്കടുപ്പിക്കാൻ രണ്ടാമത്തെ കുട്ടിക്ക് 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഭാര്യ അനിതയെയും കുടുംബത്തെയും വിട്ട് 2014 ദിനേഷ് യമനിലേക്ക് പോകുന്നത്. പിന്നീട് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഇതിനിടയിൽ സ്പോൺസറുടെ കയ്യിൽ ദിനേഷിൻ്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തു. തിരികെ പോരാൻ സാധിക്കാതെ യമനിൽ കഷ്ടതകൾക്ക് നടുവിലായി പിന്നീടുള്ള ജീവിതം. നാട്ടിലെ വീട് കടക്കണിയിൽപ്പെടുകയും ചെയ്തു. ഭാര്യ അനിതയും കുടുംബവും കണ്ണീർ കടലിലായി പിന്നീടുള്ള ജീവിതം.
ദിനേശിനെ തിരികെ എത്തിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും നിരവധി പേരെ കാണുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെയാണ് വിഷയം എടക്കുളം സ്വദേശി തന്നെയായ പൊതുപ്രവർത്തകൻ ബിബിൻ പാറമേക്കാട്ടിന് മുന്നിൽ ഉണ്ണി പൂമംഗലം മുഖേന എത്തുന്നത്. ഇന്ത്യൻ എംബസിയുമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും ബിബിൻ നടത്തിയ ഇടപാടുകൾക്കൊപ്പം വലിയ തുക വിടുതൽ പ്രവർത്തനങ്ങൾക്കായി യമനിലേക്ക് അയച്ചു നൽകിയതിനെ തുടർന്നും കോട്ടയം സ്വദേശിയായ നിമിഷപ്രിയ വിഷയത്തിൽ അടക്കം ഇടപെടൽ നടത്തി കൊണ്ടിരിക്കുന്ന സാമുവൽ ജെറോം എന്നിവരുടെയും ഇടപെടൽ മുഖാന്തിരമാണ് ദിനേശിനെ തിരികെ നാട്ടിൽ എത്താനുള്ള വഴിയൊരുങ്ങിയത്. രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയ ദിനേശിന് മണിക്കൂറുകളോളം ആണ് എമിഗ്രേഷൻ ക്ലിയറൻസിനായി കാത്തിരിക്കേണ്ടി വന്നത്. 10 വർഷത്തിന് ശേഷം താൽക്കാലിക പാസ്പോർട്ട് എടുത്തു വന്നതിനാലാണ് ഇത്രയും സമയം ചെലവഴിക്കേണ്ടി വന്നത്. ദിനേശിനെ സ്വീകരിക്കാനായി ബിബിൻ പാറമേക്കാട്ടിലും ഉണ്ണി പൂമംഗലവും എയർപോർട്ടിൽ എത്തിയിരുന്നു. പിന്നീട് ദിനേശിന്റെ വീടായ എടക്കുളത്തേക്ക് തന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം തന്നെ ദിനേശിനെ സ്വീകരിക്കാനായി കാത്തുനിന്നിരുന്നു. ബാങ്കിൽ ജപ്തി കാത്തുകിടക്കുന്ന ദിനേശിന്റെ വീട് തകർന്ന് നാമാവശേഷമായ അവസ്ഥയിലായിരുന്നു. തകർന്ന വീടിന്റെ ഓരോ കോണിലും ദിനേശ് ചെന്ന് കണ്ടു. തകർന്ന മനസ്സുമായി നിന്ന ദിനേശിന് താങ്ങായി നാട്ടുകാരുടെ പ്രതിനിധിയായി ബിബിൻ പാറമേക്കാട്ടിലെ പ്രസ്താവനയും എത്തി. ദിനേശിനെ തിരികെ എത്തിച്ചതുകൊണ്ട് മാത്രം അവസാനിക്കുന്ന ദൗത്യം അല്ല ഏറ്റെടുത്തിരിക്കുന്നതെന്നും സ്വന്തമായി വീടും ജോലിയും ഉറപ്പുവരുത്തി ആ കുടുംബത്തെ കൈപിടിച്ചുയർത്താനായി എല്ലാവിധ പരിശ്രമവും ഉണ്ടാകണമെന്നും ഉറപ്പു നൽകി. തുടർന്നാണ് ദിനേശിന്റെ കുടുംബം താമസിക്കുന്ന നെടുമ്പാളിലെ ഭാര്യാഗൃഹത്തിലേക്ക് പോയത്. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മടങ്ങിയെത്തിയ ദിനേശ് വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഉടനെ മക്കളും ഭാര്യ അനിതയും ഓടിയെത്തി കെട്ടിപ്പിടിച്ച് മുത്തം നൽകി. നമ്മുടെ ദൗത്യത്തിന്റെ പകുതിയെ കഴിഞ്ഞിട്ടുള്ളൂ സത്യം പറഞ്ഞാല്. അപ്പം നമ്മൾ വിജയകരമായിട്ട് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചു. ഇനി അടുത്ത ദൗത്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ എല്ലാവരും ചെന്നപ്പോൾ കാണുകയുണ്ട് അദ്ദേഹത്തിന്റെ വീട് തകർന്ന് ആകെ ശൂന്യമായിട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഒരു വീട് നല്ല നിലയിൽ കൊണ്ടുവന്ന് ഇവരവിടെ പുനരധിവസിപ്പിക്കണം. അദ്ദേഹത്തിന്റെ ആരോഗ്യ വീണ്ടെടുത്തു. കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായി നിയമിതനായ നടനും നർത്തകനുമായ RLV രാമകൃഷ്ണന് ചാലക്കുടി പ്രസ് ഫോറത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിൽ ഉചിതമായ സ്വീകരണം ഒരുക്കുമെന്ന് അവർ അറിയിച്ചു. നൃത്ത പരിപാടികൾ കഴിഞ്ഞ് ട്രെയിൻ യാത്രയിൽ വെളിച്ചം തെളിച്ച് പഠിക്കുമ്പോൾ സഹയാത്രികൻ വഴക്കു പറഞ്ഞ കഥ RLV രാമകൃഷ്ണൻ പങ്കുവച്ചു. തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞതും കലാഭവൻ മണിയുടെ സഹോദരനാണെന്നറിഞ്ഞപ്പോൾ ഏറെ സ്നേഹം പങ്കുവച്ചതും അനുസ്മരിച്ചു. കലാമണ്ഡലത്തിൽ ജോലി ലഭിച്ചപ്പോൾ ആദ്യം വിളിച്ചത് അന്ന് ട്രെയിൻ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നയാളാണ്. പഠിക്കാൻ ആഗ്രഹമുള്ള ആർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നോക്കാതെ നൃത്തകല പരിശീലിപ്പിക്കണമെന്ന സഹോദരൻ കലാഭവൻ മണിയുടെ ആഗ്രഹം ഇന്നും പാലിക്കുന്നുണ്ടെന്നും രാമകൃഷ്ണൻ അറിയിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ, CS സുരേഷ്, മുൻ നഗരസഭാധ്യക്ഷൻ VO പൈലപ്പൻ, നഗരസഭാ കൗൺസിലർ ബിന്ദു ശശികുമാർ, പ്രസ് ഫോറം രക്ഷാധികാരി അഡ്വക്കേറ്റ് NR സരിത, സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് കൃഷ്ണേന്ദു ശിവദാസ്, ട്രഷറർ റോസ്മോൾ ഡോണി, മുൻ പ്രസിഡന്റുമാരായ KN വേണു, ഷാലി മുരിങ്ങൂർ, മധു ചിറക്കൽ, ലാലുമോൻ ചാലക്കുടി, മുൻ ട്രഷറർ വിൽസൺ മേച്ചേരി, അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, OA അരുൺ ബാബു, ആഷിൻ പോൾ, ലിക്സൺ വർഗീസ്, ബിബിൻ സമ്പാളൂർ, ജിനു മേച്ചേരി, MS സദാനന്ദൻ, ജൻസിൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ആ മത്സരത്തിൽ പങ്കെടുത്ത് സംസ്ഥാന മത്സരത്തിൽ വരെ എത്താൻ ചാലക്കുടി നഗരസഭയ്ക്ക് സമ്മാനം വാങ്ങിത്തരാനായിട്ട് സാധിച്ചു. ഈ അവസരത്തിൽ ഞാനത് ഓർത്തു പോവുകയാണ്. അന്നേരം ഞാൻ ചിന്തിച്ചത്, എന്തിനാണാവോ ഈ കേരളോത്സവത്തിൽ വന്ന് ഇത് പങ്കെടുത്തത്, എന്തിനായിരിക്കും എന്നുവെച്ചാൽ കുറച്ചും കൂടി മെച്ചുവേർഡായിട്ട് എല്ലാ കാര്യങ്ങളിലും ഭരതനാട്യം, മോഹിനിയാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറേ കൂടെ ആയി വരുന്ന ഒരു വ്യക്തികൾ എന്താണോ കേരളോത്സവം എന്ന് വെച്ചാൽ, അപ്പോൾ കേരളോത്സവത്തിന് അത്രയ്ക്ക് നമ്മൾ ഒട്ടുമേ പങ്കെടുക്കാൻ അവസരങ്ങളില്ലാത്ത ആളുകളായിരിക്കും വരിക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു നമുക്ക്. എങ്കിൽ പോലും വളരെ കളർഫുൾ ആക്കിയിട്ട് മണിച്ചേട്ടൻ തൻ്റെ അനിയനെ ആ പരിപാടി പങ്കെടുപ്പിക്കുകയും അതിൻ്റെ സമാപനം മണിച്ചേട്ടൻ തന്നെ നമ്മുടെ ജൂബിലി ഹാളിൽ ആദ്യമായിട്ട് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തി. ഞാൻ VCക്ക് റിസൈൻ ലെറ്റർ കൊടുക്കുകയും ഉടനെ എനിക്കൊരു കോഴ്സ് കൂടെ പഠിക്കുന്നത് അതേ കോളേജിൽ തന്നെ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്കൊപ്പം വീണ്ടും ഒരു MA ഭരതനാട്യത്തിനും കൂടെ ചേർന്നു 2022-2024 കാലഘട്ടങ്ങളിൽ. സത്യത്തിൽ നമ്മുടെ വിവാദങ്ങൾ നടക്കുന്ന സമയത്ത് എൻ്റെ പരീക്ഷ നടക്കുകയായിരുന്നു. അപ്പൊ അത്രയും പരീക്ഷയുടെ ദിവസത്തിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും പത്രമാധ്യമ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ വീടുമായി അത്രയും ആത്മസംഘർഷത്തിലായിരുന്നു ഞാൻ ആ
പരീക്ഷ എഴുതിയത്. എന്നിട്ടും എനിക്ക് ഈ വയസ്സാം കാലത്ത് 2ാം റാങ്കോട് കൂടി പാസ്സാവാൻ പറ്റി. ആ ഒരു വിജയമാണ് എനിക്കിപ്പോൾ. ഞാൻ പാസ്സായി 3 മാസം കഴിഞ്ഞപ്പോഴാണ് കേരള കലാമണ്ഡലത്തില് ഈ പോസിറ്റീവ്. നമ്മുടെ ചാലക്കുടിക്ക് നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്ന് നമ്മളെപ്പോഴും പറയുന്ന, ഞാനൊരു ചെറിയ ക്ലാസ്സിൽ ഒരു ക്യാമ്പുകളിലേക്ക് പോലും പോയി ചെല്ലുമ്പോൾ എവിടെയാ നാട്, എവിടെയാ വീട് എന്ന് ചോദിക്കുമ്പോൾ ചാലക്കുടി എന്ന് പറയുമ്പോൾ ഓ മണിച്ചേണ്ട നാട്, അങ്ങനെയാണ് ഞങ്ങൾ കേട്ടിരുന്ന കാലം, അത്രയും ചെറിയ കാലം മുതലേ. അതുപോലെ നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു അദ്ദേഹം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7525 രൂപ, പവന് 60,200 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. $140 കിലോ കഞ്ചാവ് കേസിൽ ശിക്ഷിക്കപ്പെട്ട് പരോളിലിറങ്ങി ഒളിവിൽ പോയ കൊടും ക്രിമിനൽ പിടിയിൽ. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ജനുവരി 25, 26, 27 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ജനുവരി 23 വ്യാഴാഴ്ച ആഘോഷിക്കും. കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായി നിയമിതനായ നടനും നർത്തകനുമായ RLV രാമകൃഷ്ണന് ചാലക്കുടി പ്രസ് ഫോറത്തിൽ ഊഷ്മളമായ സ്വീകരണമൊരുക്കി. പത്തു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് എടക്കുളം സ്വദേശി ഒടുവിൽ യമനിൽ നിന്നും നാട്ടിലെത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.